നിയ്യത്ത് തല തിരിഞ്ഞു പോവുക, നിസ്കാരത്തിൽ സൂക്ഷ്മതയില്ലാതിരിക്കുക, നിസ്കാരത്തിൽ ഇഖ്ലാസ് ഇല്ലാതെ നിസ്കരിക്കുക. എങ്ങനെയെങ്കിലും കടമ നിർവഹിക്കുന്ന ഒരു മനുഷ്യനെ എനിക്ക് ഇഷ്ടമാണ്. കാരണം അവന്റെ നിസ്കാരം കൊണ്ട് അവനൊരു ഗുണവും കിട്ടൂല. നിസ്കാരത്തിന്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ആ മനുഷ്യന് ലഭിക്കൂല. ആ നിസ്കാരം പോലും അവനെ ശപിക്കും. അതുകൊണ്ട് അങ്ങനെ നിസ്കരിക്കുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. രണ്ടാമത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞ വിഭാഗത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അവനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എനിക്ക് ഏറ്റവും വെറുപ്പുള്ളത് ആരെയാണ്? ആ സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, സുബഹിക്ക് മുമ്പ് പാതിരായാമത്തിന് ശേഷം സുബഹിയോടെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് ഉറക്കിൽ നിന്ന് ഉണർന്ന് സുഖരസങ്ങളോട് വിട പറഞ്ഞ് വുളൂ ചെയ്ത് നിസ്കരിക്കുന്ന, ദുആ ചെയ്യുന്ന, ഖുർആൻ ഓതുന്ന ആളുകളെ എനിക്ക് വെറുപ്പാണ്. കാരണം അവരെ അല്ലാഹുവിന് അത്രമേൽ ഇഷ്ടമാണ്. ആ സമയം അല്ലാഹുവിന് അത്രയും പ്രിയപ്പെട്ടതാണ്. ഞാനിത് പറഞ്ഞത് ഇതിന്റെ രണ്ടാമത്തെ ഈ ഭാഗമുണ്ടല്ലോ. ലോകത്ത് ആ സമയത്ത് എഴുന്നേറ്റിരുന്ന ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനും ലോകത്ത് പരാജയപ്പെട്ട ചരിത്രമില്ല. പലത് നോക്ക്, പരിശോധിച്ചു നോക്ക്. ഉസ്താദുമാരുടെ സുവരീറുകളൊക്കെ സ്മരണികയൊക്കെ ഇറങ്ങുമ്പോ നിങ്ങളതിൽ ഓരോ മഹാന്മാരുടെ ചരിത്രം, വിട പറഞ്ഞു പോകുന്ന ഓരോ മശായിഖന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിക്കൂലോ. അതിങ്ങനെ ചരിത്രങ്ങൾ ഇങ്ങനെ വായിക്കൂലേ? അതിൽ നോക്ക് അദ്ദേഹത്തിന്റെ തഹജ്ജുദിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച്. ആ സമയത്ത് പ്രിയപ്പെട്ടവർ ചെയ്യുന്ന ഇബാദത്തിന്റെ ആത്മീയതയുടെ ആഴങ്ങളെ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നത് കാണാം. ഇത്തരം സദസ്സുകളിൽ വന്നിരിക്കുമ്പോൾ, ഇത്തരം മഖാമുകൾ സിയാറത്ത് ചെയ്യുമ്പോഴും, ഇവിടെ വന്ന് കരഞ്ഞ് കണ്ണുനീരോടെ കൈനീട്ടിട്ട് മടങ്ങി പോകുമ്പോഴും, ആ സമയത്ത് നമുക്ക് ഉണരാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ പരാജയം തന്നെയാണ്. ശരീരത്തിന് അത്രയും നമ്മൾ സുഖിപ്പിക്കണമോ? ആ സമയത്തിന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? ആ സമയത്തെ അള്ളാഹു അത്രമേൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, ആ സമയത്തെ അള്ളാഹു അത്രമേൽ പ്രിയപ്പെടുന്നത് കൊണ്ട്, അവന്റെ പ്രിയപ്പെട്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മം കൊടുത്ത് അനുഗ്രഹിച്ചത്. നമ്മൾ പറയില്ലേ, കിതാബിലൊക്കെ സുബഹിയോടടുത്ത സമയം